വർഷഫലത്തിൽ ധനുരാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മൂലം, പൂരാടം, ഉത്രാടം ഈ നക്ഷത്രക്കാർക്ക് ധനനഷ്ടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. ധനനഷ്ടമുണ്ടാകുക, ചെറിയ രീതിയിലുള്ള പരാജയങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുക, നിങ്ങളുടെ ശത്രുക്കൾ വർദ്ധിക്കുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അനുഭവങ്ങൾ, മോശമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക. നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങളെ ജയിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. അതുകൊണ്ട് എതിരെ നിൽക്കുന്നത് ആരായാലും വളരെ ശ്രദ്ധയോടുകൂടി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കോടതി സംബന്ധമായ കാര്യങ്ങളിൽ ഇടപാടുകൾ നടത്തുമ്പോൾ സൂക്ഷിക്കുക. നിങ്ങൾക്ക് പരാജയം വരുവാൻ സാധ്യതയുണ്ട്. കേസ്, വഴക്ക് ഇതിലെല്ലാം നിങ്ങൾക്ക് പരാജയം വരുവാൻ സാധ്യതയുണ്ട്. വളരെ സൂക്ഷ്മതയോടുകൂടി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. കടബാധ്യതയിൽ പെടാതെ നിങ്ങൾക്ക് കടം വാങ്ങാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയാൽ വളരെ നല്ലത് തന്നെയായിരിക്കും. അങ്ങനെ ചെറിയ ബുദ്ധിമുട്ട് വരുവാനും സാധ്യത കാണുന്നുണ്ട്. അകന്നു നിൽക്കുന്ന ബന്ധുക്കൾ അടുത്ത് വരുമ്പോൾ സൂക്ഷിക്കുക. നിങ്ങൾക്കത് പ്രശ്നത്തിലോട്ട് എത്തിച്ചേരുവാൻ സാധിക്കുന്നു. ഈ ഒരു വർഷക്കാലം വളരെ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യം തന്നെയാണ്. കൂടാതെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യതയുണ്ട്. വാക് സാമർത്ഥ്യത്തിൽ മാത്രം നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പിടിച്ചു നിൽക്കുവാനും വിജയിക്കുവാനും സാമ്പത്തികമായ നേട്ടമുണ്ടാകാനും സാധിക്കും. നിങ്ങളുടെ തൊഴിൽപരമായ കാര്യങ്ങളിൽ എന്ത് ബുദ്ധിമുട്ട് വന്നാലും അതിനെ നിങ്ങളുടെ കഴിവ് മുഖാന്തരം നിങ്ങൾക്ക് നേരിടാൻ സാധിക്കും. ബിസിനസ് രംഗത്തായാലും ശരി, പ്രൈവറ്റ് ജോലി രംഗത്തായാലും ശരി, ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരായാലും ശരി, കൂടെ നിൽക്കുന്നവർ ചതിക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. സൂക്ഷിക്കുക. കൂടെ നിൽക്കുന്ന ഒരു വ്യക്തികളെയും വിശ്വസിക്കാതെ നിങ്ങളുടെ കഴിവിൽ മാത്രം വിശ്വസിച്ച് നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങളിൽ മാത്രം വയ്ക്കുക. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ സീക്രട്ടുകൾ, നിങ്ങൾ അതിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ പ്രവർത്തിക്കുന്ന ആ ഒരു രഹസ്യ കാര്യങ്ങൾ എല്ലാം നിങ്ങൾ തന്നെ വയ്ക്കുക. മറ്റൊരാൾക്കും പറഞ്ഞു കൊടുക്കാതിരിക്കുക. ജോലി സ്ഥലത്ത് തന്നെയാണ് നിങ്ങൾക്ക് ശത്രുക്കൾ കൂടുതലായുണ്ട്, അല്ലെങ്കിൽ ബിസിനസ് രംഗത്ത് തന്നെയാണ് ശത്രുക്കൾ കൂടുതലായി ഉള്ളത്. ഇവയെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ട അത്യാവശ്യം തന്നെയാണ്. കൂടാതെ യാത്രകൾ ചെയ്യുവാൻ സാധിക്കും. ഒരുപാട് യാത്രകൾ ഈ ഒരു വർഷകാലഘട്ടം ചെയ്യാൻ സാധിക്കും. എന്നാൽ അതിലൂടെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യാത്രയിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകുക, ധനലാഭം ഉണ്ടാകുക, മാനസികമായ സന്തോഷങ്ങൾ ഉണ്ടാകുക, ഇങ്ങനെയുള്ള ഗുണപരമായ കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിലും ഈ രാശിയിൽ ഈ നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികൾ പുരുഷന്മാരാണ് എന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. നിങ്ങൾ സ്ത്രീകളുമായി ഇടപെടുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് അപവാദങ്ങൾ പറയുവാൻ സാധ്യതയുണ്ട്. എന്നാൽ നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഈ രാശിയിൽ ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളുണ്ടെങ്കിൽ നിങ്ങൾ പുരുഷന്മാരുമായി സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുമായി നിങ്ങൾ ജോലി സംബന്ധമായിട്ട് യാത്രകൾ ചെയ്യേണ്ടി വരുമ്പോഴോ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കുക. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ തന്നെ നിങ്ങളെക്കുറിച്ച് അപവാദങ്ങൾ പറയുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. ചിലവുകൾ നിയന്ത്രിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. ചിലവിലൂടെ നിങ്ങൾക്ക് മാനസികപരമായ ബുദ്ധിമുട്ട്, അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചിലവുകൾ വരുമ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷനെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അന്യരുടെ കാര്യങ്ങളിൽ അധികം ഇടപെടാതിരിക്കുന്നത് നല്ലതായിരിക്കും. ആവശ്യമായി കയറി ഇടപെടുക, അഭിപ്രായങ്ങൾ പറയുക, അവർക്ക് സഹായിക്കാൻ പോവുക, ഇതെല്ലാം അവസാനം നമുക്ക്, അതായത് ഈ രാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് ബുദ്ധിമുട്ടുണ്ട്. സാമ്പത്തികപരമായും മാനസികപരമായിട്ട് എല്ലാം ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടം വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. ഈ ഒരു സമയത്ത്, ഈ ഒരു വർഷകാലഘട്ടത്തിൽ നിങ്ങൾ ലക്ഷ്മി ദേവിയെ മനസ്സിൽ പ്രാർത്ഥിക്കുക. മഹാലക്ഷ്മി സ്തോത്രങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുക. കൂടാതെ ലക്ഷ്മി ദേവി ക്ഷേത്രത്തിൽ പോവുക, ദേവിയെ പ്രാർത്ഥിക്കുക, ദേവിയെ പൂജിക്കുക, വഴിപാടർപ്പിക്കുക, പുഷ്പാഞ്ജലിയെല്ലാം അർപ്പിച്ച് മുന്നോട്ട് പോയാൽ തടസ്സങ്ങളെല്ലാം മാറി നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും.